നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 28 വെള്ളിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം അധികമായി ഒരു വർഷം കൂടി താമസിക്കുവാൻ അനുവാദം നൽകി സൗത്ത് ഓസ്ട്രേലിയ. 2 മുതൽ 3 വർഷം വരെയാണ് നിലവിൽ പഠനശേഷം ഓസ്ട്രേലിയയിൽ താമസിക്കുവാനുള്ള അനുമതി. എന്നാൽ അഡ്ലൈഡ് ഉൾപ്പെടുന്ന സൗത്ത് ഓസ്ട്രേലിയയിൽ 4 വർഷം വരെ ഇനി തുടരാം. 16,162 ഇന്ത്യക്കാർ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലായി പഠിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളെ കൂടുതലായി ആകർഷിക്കുവാനാണ് സർക്കാർ ഈ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നത്. മെയ് 3 രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ന് പ്രഖ്യാപിക്കും. രാജ്യത്തെ നയിക്കാൻ ഏറ്റവും അനുയോജ്യം നിലവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന് കീഴിലുള്ള ലേബർ പാർട്ടിയാണോ പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടന്റെ കീഴിലുള്ള സഖ്യമാണോ എന്നറിയാൻ ഇനി 5 ആഴ്ച മാത്രം. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഗവൺമെന്റ് ഹൌസിലെത്തി പാർലമെന്റ് പിരിച്ചുവിടാൻ ഗവർണർ ജനറലിനോട് അപേക്ഷിക്കും. തുടർന്ന് പൊതു തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇതോടെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന പാർട്ടികളുടെ 5 ആഴ്ച നീളുന്ന പ്രചാരണ യാത്രയ്ക്ക് തുടക്കമാകും. 33 ദിവസത്തെ പ്രചാരണ കാലയളവ് മെയ് 3 നടക്കുന്ന വോട്ടെടുപ്പോടെ സമാപിക്കും. 2025-26 ഫെഡറൽ ബജറ്റിന്റെ മറുപടി പ്രസംഗത്തിൽ ദേശീയ ഗ്യാസ് പദ്ധതി പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൻ പദ്ധതിയുടെ ഭാഗമായി കിഴക്കൻ തീരത്തെ ഗ്യാസ് ഉത്പാദനത്തിന്റെ 20% ആഭ്യന്തര ഉപയോഗത്തിന് മാറ്റിവെക്കും. ഇത് ആഭ്യന്തര ഗ്യാസ് വിലയിൽ 40% വരെ കുറവ് വരുത്തുവാൻ സഹായിക്കും. കൂടാതെ കിഴക്കൻ തീരത്തെ ഗ്യാസ് മാർക്കറ്റ് വികസിപ്പിക്കാൻ $1 ബില്യൺ നിക്ഷേപിച്ച് പുതിയ പൈപ്പ് ലൈനുകളും സംഭരണ സൗകര്യങ്ങളും സൃഷ്ടിക്കും. ഓസ്ട്രേലിയൻ കുടുംബങ്ങൾക്കും ബിസിനസ്സുകൾക്കും കൂടുതൽ സ്ഥിരതയുള്ള വിലക്കുറഞ്ഞ ഊർജ്ജ വിതരണം ഉറപ്പാക്കാനാണ് പ്രതിപക്ഷം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബുറുറി അൾസറിന്റെ 4ാമത്തെ കേസ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ടിനെ തുടർന്ന് NSWവിലെ സൗത്ത് തീരത്ത് താമസിക്കുന്നവർക്ക് ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകി. 2023 ശേഷം ആദ്യമായാണ് രാജ്യത്ത് ബുറുറി അൾസറിന്റെ കേസ് സ്ഥിരീകരിക്കുന്നത്. 2021-നും 23-നും ഇടയിൽ തെക്കൻ NSWവിൽ 3 പേർക്ക് രോഗം കണ്ടെത്തിയിരുന്നു. മൈക്രോ ബാക്ടീരിയം അൾസറസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു ത്വക്ക് രോഗമാണ് ബുറുറി അൾസർ. ബാക്ടീരിയ ഉണ്ടാക്കുന്ന വിഷവസ്തുക്കൾ ചർമ്മകോശങ്ങൾ, ചെറിയ രക്തക്കുഴലുകൾ, ചർമ്മത്തിന് താഴെയുള്ള കൊഴുപ്പ് എന്നിവയെ നശിപ്പിക്കുന്നു. അണുബാധയുടെ ഉറവിടം വ്യക്തമല്ല. എന്നാൽ പോസത്തിൽ നിന്ന് കൊതുകുകൾ വഴി മനുഷ്യരിലേക്ക് അണുബാധ പടരാമെന്നും മാസങ്ങളോളം ഇത് കണ്ടെത്താനാകാതെ പോകുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. രാജ്യത്ത് മീസൽസ് രോഗം പടരുന്നതിനാൽ വാക്സിനേഷൻ എടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് ആരോഗ്യവകുപ്പ്. ഇതുവരെ 30-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ന്യൂ സൗത്ത് വെയിൽസിലും വിക്ടോറിയയിലുമാണ് കൂടുതലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ഡോസ് മീസൽസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുവെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക. കൈകൾ നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ള ആളുകളുമായി സമ്പർക്കം ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധ നടപടികൾ സ്വീകരിക്കുവാനും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ടാസ്മാനിയയിലെ സാൽമൺ വ്യവസായവുമായ മക്വാരി ഹാർബർ അക്വാകൾച്ചറിനെ സംരക്ഷിക്കുന്ന നിയമ ഭേദഗതികൾ സ്വാഗതം ചെയ്ത് ജോലിക്കാരും പ്രാദേശികവാസികളും. മക്വാരി ഹാർബറിലെ സാൽമൺ കൃഷി പുനഃപരിശോധിക്കുവാൻ പരിസ്ഥിതി മന്ത്രി അനുവദിക്കുന്ന വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതാണ് പുതിയ നിയമങ്ങൾ. പരിസ്ഥിതി പ്രവർത്തകരും ഹോളിവുഡ് നടൻ ലിയനാർഡോ ഡികാപ്രിയോ ഉൾപ്പെടെയുള്ളവരും പഴയ നിയമത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. അതേസമയം പോരാട്ടം തുടരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അറിയിച്ചു. വെറിവിയിലെ റൈറ്റ് ഫോർഡ് ക്രോസിലുള്ള ഒരു വീട്ടിൽ 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ കുട്ടികളെ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ കൊണ്ടുവിടുവാൻ വന്ന രക്ഷിതാക്കളാണ് മൃതദേഹം ആദ്യമായി കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് വെച്ച് സ്ത്രീയുടെ പരിചയക്കാരനായ 32-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു. സംഭവത്തിൽ ഹോമിസൈഡ് സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിനോട് ചേർന്നുള്ള റോഡ് മണിക്കൂറുകളോളം പോലീസ് അടച്ചിട്ടുണ്ട്.
ലോകം മുഴുവനുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ചിത്രം എമ്പുരാൻ റിലീസ് ചെയ്തു. ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം 6 മണിയോടെയാണ് മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. കേരളത്തിൽ മാത്രം 750 സ്ക്രീനുകളിലാണ് എമ്പുരാൻ പ്രദർശിപ്പിച്ചത്. ആദ്യ ഷോ കാണുവാൻ മോഹൻലാൽ, പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ തിയേറ്ററിൽ എത്തിയിരുന്നു. റിലീസിന്റെ ഭാഗമായി വൻ സുരക്ഷയാണ് കേരളത്തിൽ പോലീസ് ഒരുക്കിയിരുന്നത്. കേരളത്തിലെ തിയേറ്ററുകൾക്കൊപ്പം തന്നെ ഓസ്ട്രേലിയയിലും ഇന്നലെ ചിത്രം റിലീസ് ചെയ്തു. മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ പോലെയുള്ള സിറ്റികളിലെ തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ആയാണ് ചിത്രം പ്രദർശിപ്പിച്ചിരുന്നത്. പടം കണ്ടതിനു ശേഷം മികച്ച പ്രതികരണമാണ് ഓസ്ട്രേലിയൻ മലയാളികൾ നടത്തിയത്. റിലീസ് ദിനത്തിൽ തന്നെ സിനിമ കാണുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും ആരാധകർ പങ്കുവച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ആശ്വാസമായി ഉയരുന്ന ടൗൺഷിപ്പ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 7 മാസങ്ങൾക്കിപ്പുറമാണ് മാതൃക ടൗൺഷിപ്പ് ഉയരുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിലാണ് ടൗൺഷിപ്പ് നിർമ്മാണം. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് HIV ബാധ. 2 മാസത്തിനിടെ വളാഞ്ചേരിയിൽ മാത്രം HIV ബാധിതരായത് 10 പേർ. ബ്രൌൺ ഷുഗർ കുത്തിവെച്ചതിലൂടെയാണ് HIV പകർന്നത്. കൂടുതൽ പേർക്ക് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റത്തിൽ വ്യവസ്ഥകൾ ലഘൂകരിച്ച് സർക്കാർ. ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നേരിട്ട് ജനന സർട്ടിഫിക്കറ്റ് തിരുത്താം. സ്കൂൾ രേഖ തിരുത്തിയാലേ നിലവിൽ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തുവാനാകൂ. ഈ വ്യവസ്ഥകളാണ് സർക്കാർ ലഘൂകരിച്ചത്. ഇടുക്കി ഗജനപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ളം പൈപ്പ് സ്ഥാപിക്കുവാൻ എത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ പകുതി ശരീരഭാഗം കണ്ടെത്തിയത്. ജനിച്ച ഉടനെ ജീവനില്ലാത്തതിനാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ കുഞ്ഞിനെ കുഴിച്ചിട്ടതായാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.